ഹായ് എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു ടെക്നിക്കൽ വീഡിയോ നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ബേറിലൊക്കെ തണുപ്പെല്ലാം കഴിഞ്ഞ് ബേറിലല്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ തണുപ്പെല്ലാം കഴിഞ്ഞ് ചൂട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചൂടാകുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണ ആദ്യത്തെ പരിപാടി നമ്മൾ എ സി ഒക്കെ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എ സി ഒക്കെ സർവീസ് ചെയ്ത് ഇപ്പോൾ എ സി ഒക്കെ സർവീസ് ചെയ്ത് അടിപൊളിയായിട്ട് വെക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മളെ പരിപാടി കാര്യങ്ങളുള്ളത്. ചിലതെന്ന് വെച്ചാൽ നല്ല ചൂടൊക്കെ വരുമ്പോൾ എ സി ഒക്കെ കണ്ടൻസർ വരെയൊക്കെ യുവാക്കളിലൊക്കെ കച്ചട കയറി കുലുങ്ങിയിട്ട് കറക്റ്റ് എയർ സർക്കുലേഷൻ നടക്കാതെ അത് കംപ്രസർ ഓവർ ഹീറ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എല്ലാവരും ഗൾഫിലുള്ളവരൊക്കെ ചെയ്യുന്നതാണ്. എല്ലാ ഗൾഫിലുള്ളവരും ചെയ്യുന്നത് കറക്റ്റ് തണുപ്പ് കുറഞ്ഞ് വന്ന് ചൂട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എ സി എല്ലാം സർവീസ് ചെയ്ത് പക്കയാക്കി വയ്ക്കും. നമ്മളെ ചൂടത്തൊന്നും ഒരു കംപ്ലൈൻറ്റ് വരാതിരിക്കും. അച്ഛനെ പിടിച്ചിരിക്കുന്ന കണ്ടൻസർ ആയിക്കോട്ടെ ഇവാപ്പറേറ്റർ ആയിക്കോട്ടെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കണ്ടൻസറും അതായത് ഇവാപ്പറേറ്ററൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി വയ്ക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ അത് ഞാൻ പരിചയപ്പെടുത്താം. വീഡിയോയ്ക്ക് മുമ്പ് ആദ്യം വരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ബെല്ലൈക്കൺ ആളൊക്കെ മറക്കുന്നത്. ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ ഡിവിഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു. ലൈക്ക് തന്നെ കാണുന്നില്ല, ലൈക്കും ഷെയറും കമൻറ്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോയിലെ പ്രയോജനം. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത് ഒരു കമ്പനിയിലെ ഒന്നിൻ്റെ പരസ്യം കാര്യങ്ങളല്ല. ഇതെൻ്റെ കമ്പനിയിലേക്ക് ഞാൻ എ സി സർവീസ് ചെയ്യാൻ മേടിച്ച ഒരു പ്രോഡക്റ്റാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് നമ്മൾ ഇവാപ്പറേറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം മൊത്തം കത്തി വന്ന് ബ്ലോക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ആക്കി എടുക്കുകയാണ്. നമുക്കിപ്പോൾ എങ്ങനെ ഏതൊക്കെ രീതി നല്ല രീതിക്ക് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഫുള്ള് കച്ചട കയറി അടഞ്ഞിരിക്കുകയാണ്. അതിനായിട്ട് നമ്മളൊരു കെമിക്കൽ, അതായത് നമ്മൾ ഇതിൻ്റെ എ സി ക്ലീൻ ആക്കുന്ന ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് കെമിക്കലാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതായിട്ട് നമ്മൾ ഈ കണ്ടൻസറൊക്കെ അതായത് ഇവ പുത്തം കണക്കാവും. അപ്പോൾ മേടിക്കുമ്പോൾ അങ്ങനെ ആവും. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് എ സി സിസ്റ്റം കണ്ടൻസർ ക്ലീനറാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എ സി ഒക്കെ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് അടിപൊളിയായിട്ട് എ സിയിലെ കണ്ടൻസറിലെ കച്ചടയൊക്കെ മൊത്തം പോയി സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഞാനിപ്പോൾ അങ്ങ് കാണിച്ചു തരാം ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ കച്ചറ പിടിച്ച കണ്ടൻസറിൽ നമുക്ക് അതായത് പൊടി ഒന്നിടഞ്ഞ് കണ്ടൻസറിൽ നമുക്കൊന്ന് അടിച്ച് നോക്കാം. അതായത് കണക്ക് നമ്മളിത് അടിക്കാൻ പോയത് ഇത് കണക്ക് അടിക്കുന്ന സമയത്ത് ഇത് കണക്ക് അത് ഫോമായി തിരിച്ച് പൊങ്ങി വരണം അങ്ങ് കാണാൻ പറ്റും. നമുക്ക് ശകലം കുളിക്കുന്ന ശേഷം വീണ്ടും നമുക്ക് നല്ല രീതിയിൽ അടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോമായിട്ട് തിരിച്ച് പൊങ്ങും. അതിൻ്റെ അകത്തിരിക്കുന്ന അഴുക്കല്ല കറക്റ്റ് ഇളവ് വരും. നിങ്ങൾ ഇവിടെ കാണാം. അതായത് ഫോമായിട്ട് പൊങ്ങി ഈ കുങ്ങിൻ്റെ കൂടെ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും പൊടിയും കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ കറക്റ്റ് ഇളവി മേലോട്ട് വരണതാണ്. അതിനുശേഷം നമ്മൾ വാട്ടർ സർവീസ് ചെയ്ത് അടിപൊളിയായിട്ട് വെള്ളം ഇട്ട് അടിച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മളെ കണ്ടൻസറൊക്കെ പുത്തം പുതിയ കണക്കിരിക്കും. അതിൻ്റെ അകത്ത് ശകലം പോലും കച്ചറ കാര്യങ്ങളൊന്നും കാണത്തില്ല. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇപ്പം ഞാൻ മേടിച്ച് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാം എത്രത്തോളം ഇത് ക്ലീൻ ആവുമെന്നുള്ളത്. ഇപ്പം നമ്മൾ ഓൾറെഡി കെമിക്കൽ അത് വീഴ്ത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഫോം ചെയ്ത് മേലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സർവീസ് പമ്പ് വെച്ച് അടിപൊളിയായിട്ട് സർവീസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതായിപ്പം ഇത് സർവീസ് കഴിഞ്ഞതിന് ശേഷമുള്ള കണ്ടൻസർ നിങ്ങൾ കാണാം. ശകലം പോലും കച്ചറ പോലും സ്ഥലത്ത് പോലും ഇല്ല. പുത്തം കണക്ക് നമ്മൾ മേടിച്ച കണക്കിന് ഇരിപ്പുണ്ട്. ശകലം പോലും കച്ചറ അത്രയും ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൺ അടയ്ക്കുന്ന മറക്കാം. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അവസരം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. ലൈക്കിനെ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റുമാണ് നമുക്ക് അടുത്ത വീഡിയോ ചില പ്രയോജനം. അപ്പോൾ നല്ല വർക്കമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം.